ഇടശ്ശേരിയുടെ ശബ്ദത്തേക്കാൾ എന്നെ ആകർഷിക്കാറുണ്ട്. ലളിതം എന്ന കവിതയിൽ അത് വരുന്നുണ്ട്. ഈ ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടില്ലേ, നങ്ങേലി കാണാതായ ഉള്ളിയെ തെരഞ്ഞു നടക്കുമ്പോൾ പൊത്തിൽ നിന്ന് അപ്പോൾ പുറത്തു മൂഴും നത്തുകൾ എന്തെന്തെന്ന് അന്വേഷിച്ചു എന്നൊരു വരിയുണ്ട്. അപ്പോൾ ഈ നത്തുകളുടെ എങ്ങനെയാണ് ഈ നത്തുകൾ എന്തെന്തെന്ന് അന്വേഷിക്കുന്നത് എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു. കേരളത്തിലെ പക്ഷികൾ എന്ന ഇന്ദുചൂടൻ്റെ പുസ്തകത്തിലെ പലതരം നത്തുകളെ വിവരിക്കുന്നുണ്ട്. പുള്ളി നത്ത്, ചെവിയൻ നത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൽ ഈ നത്തുകളുടെ ഇണചേരുന്ന രീതി, ആഹാര സമ്പാദന രീതി, ഇങ്ങനെ പലതും പറയുന്ന കൂട്ടത്തിൽ ഇവയുടെ ശബ്ദം ഇംഗ്ലീഷിൽ വാട്ട് വാട്ട് എന്ന് ചോദിക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ ഇടശ്ശേരി നത്തുകൾ എന്താ കാര്യം എന്ന് ചോദിക്കുന്നത് പോലെ വാട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇതുപോലെ ഈ കിളികളുടെ ശബ്ദ നിരീക്ഷകനായതുകൊണ്ട് അങ്ങനെ കേട്ട ഒരു അനുഭവമാണ് ഈ കവിതയുടെ ശീർഷകം കവി. എന്ന ശബ്ദത്തോടൊപ്പം ആ എന്നോ ഇ എന്നോ ഉ എന്നോ പലതരം സ്വരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടും ചുണ്ടും തൊണ്ടയും പലമാതിരി കോട്ടി ഉച്ചരിച്ചിട്ടും ആ കിളിയുടെ കൂജനം അയാൾക്ക് അനുകരിക്കാനായില്ല. അതിൽ നിറഞ്ഞു തുളുമ്പിയ ആനന്ദം ഉള്ളിൽ അടക്കാനായില്ല. പ്രഭാത നടത്തത്തിനിടയിൽ മരച്ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കി അയാൾ വികൃത ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് ആ വഴി സ്കൂട്ടറിൽ പോകുന്ന ഒരാളുടെ കണ്ണിൽ പെടുകയും അടുത്തു ചെന്ന് ഹെൽമെറ്റ് ചില്ല് പൊക്കി എന്തുപറ്റി, സഹായിക്കണോ എന്ന് ചോദിക്കുകയും അത് ശ്രദ്ധിക്കാതെ പൊയ്ക്കൊള്ളാൻ കാണിച്ച ആംഗ്യം കണ്ട് വട്ടൻ എന്ന് ചില്ല് താഴ്ത്തി കടന്നു പോവുകയും ചെയ്തു. നടത്തം മതിയാക്കി തിരിച്ചെത്തിയ ഉടനെ അയാൾ അടുക്കളയിൽ ദോശയുണ്ടാക്കുകയായിരുന്ന കൂട്ടുകാരിയെ ഓർക്കാപ്പുറത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് ചുണ്ടുകളിൽ ഉമ്മ വെച്ചു. ഈ കവിത എനിക്കിഷ്ടമായി, അവൾ പറഞ്ഞു.